സൂര്യശോഭയെ ചേലയാക്കി നീ ചന്ദ്രബിംബമോ പാതുകങ്ങളാ താരകങ്ങളെ കിരീടമാക്കി നീ പുഞ്ചിരിക്കയായി ജപമാലരാജ്ഞി നീ സൂര്യശോഭയെ ചേലയാക്കി നീ ചന്ദ്രബിംബമോ പാതുകങ്ങളാ താരകങ്ങളെ കിരീടമാക്കി നീ പുഞ്ചിരിക്കയായി ജപമാലരാജ്ഞി നീ ഉന്നതത്തിൽ നിന്നു വന്ന രക്ഷയെ ഉള്ളിലായി വഹിച്ച നിത്യകന്യകേ ഉന്നതത്തിൽ നിന്നു വന്ന രക്ഷയെ ഉള്ളിലായി വഹിച്ച നിത്യകന്യകേ പുലരിപ്പൊൻതാരമേ സ്വർഗത്തിൻ വാതിലെ വിണ്ണിൻ പൂന്തോപ്പിലെ പനിനീർപ്പൂവാണു നീ അഴലേറിടും നേരം മക്കൾക്കു താങ്ങാകണേ അമ്മേ സൂര്യശോഭയെ ചേലയാക്കി നീ ചന്ദ്രബിംബമോ പാതുകങ്ങളാ താരകങ്ങളെ കിരീടമാക്കി നീ പുഞ്ചിരിക്കയായി ജപമാലരാജ്ഞി നീ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെ എല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്വർഗരാജ്യം എപ്പോഴാണ് ആഗതമാകുന്നതെന്ന് ശിഷ്യന്മാർ യേശുവോട് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞതാ, സകലതിനെയും അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും ശിഷ്യന്മാരെ വന്നു കഴിഞ്ഞു. എപ്പോഴാണ് ദൈവാനുഗ്രഹം, എപ്പോഴാണ് ഈ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുന്നത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് ഈശോ ഉറക്കെ പ്രഖ്യാപിച്ചു. കാരണം അത് നിങ്ങളിൽ വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ദൈവിക ശക്തി നിങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ കാലോ സമയമോ ഒന്നും അറിയാനില്ല. അത് നിങ്ങളിൽ ആഗതമായി കഴിഞ്ഞു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധി അമ്മ സ്വീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. ആത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാൻ കരം പഠിച്ച് പാടി ആരാധിക്കുന്നു. ആത്മാവിലുള്ള ആരാധന. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ നിന്നെ ഞങ്ങൾ
പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റെ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഒരു നിമിഷം കൊണ്ട് കണ്ണുകൾ അടന്ന് അടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. കുറവുകൾ, ബലഹീനതകളൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലഹീനതകൾ അവിടുന്ന് ഏറ്റെടുക്കുക. നമ്മുടെ വേദനകളെയാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചതെന്ന് യെശയ്യാ പ്രവചിച്ചു. അവിടുത്തെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് യെശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഓരോ മുറിവുകളും ക്ഷതങ്ങളും രക്തമൊലിക്കുന്ന മുറിപ്പാടുകളും തൻ്റെ ജനത്തിന് അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്തതാണ്. വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ബലഹീനതകൾ ഏറ്റെടുത്തത് ആ മുറിവിന് കാരണം. മനുഷ്യന് തോന്നാത്ത രീതിയിൽ വിരൂപനായി കടന്നത് മനുഷ്യൻ്റെ ബലഹീനതകൾ ഏറ്റെടുക്കുക. ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തും. പാപമില്ലാത്തൊരു ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണെന്ന് ഈശോ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. എന്നേക്കും നിങ്ങളോട് ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ഈ സഹായകൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവിടുന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുക, ഓർമ്മപ്പെടുത്തും, ബോധ്യപ്പെടുത്തും. ഈശോയുടെ വചനങ്ങൾ നമ്മളെ, ഈശോയുടെ അധരങ്ങളുടെ കടന്നു വന്ന വചനങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്. ബലഹീനതകൾ ഇതിന് തടസ്സമാണ്. ചില ബോധ്യങ്ങൾ ഇതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ചില തെറ്റായ ബോധ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ശരിയാണെന്നുള്ള ചില ബോധ്യങ്ങൾ, ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന വഴികൾ ദൈവത്തിൻ്റെ വഴികളാണെന്നുള്ള തെറ്റായ ബോധ്യത്തിലൂടെ ചിലപ്പോൾ കടന്നു പോകുമ്പോൾ ആത്മാവിന് നമ്മളെ പ്രവർത്തിക്കുവാനായിട്ട് ആ ബോധ്യങ്ങൾ തടസ്സമായിരിക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം പോകുന്ന വഴി ശരിയാണോ എന്ന് തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട പരിശുദ്ധാത്മാവാണ്. പാപത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, നീതിയുടെ മാർഗങ്ങളിലൂടെയാണോ ഞാൻ നടക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ബലഹീനതകളിൽ നിന്ന് പരിപൂർണ മോചനം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചലിക്കുവാനുള്ള വലിയ ആത്മീയ അഭിഷേകം ഞങ്ങളുടെ ഹൃദയതലങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ബലഹീനതകൾ കർത്താവ് ഇല്ലായ്മ ചെയ്യുക, മുള്ളുകളെ കർത്താവ് ഏറ്റെടുക്കുകയും കൃപയാൽ, സത്യത്താൽ, ജീവനാൽ, ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, മുള്ളുകളെ, വേദനകളെ ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞു. 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നെറുകയിൽ കർത്താവ് സകല രോഗങ്ങളെയും സകല പീഡകളെയും സകല വൈശാചിക ശക്തികളെയും അവിടുന്ന് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മേൽ അവൻ വിജയം വരിച്ചു. അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റിയെന്ന് കൊലോസ്യോസ് ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടും. കൊലോസ്യർ പറയുക, സകലതിനെ അവിടുന്ന് അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. പ്രഭുത്വങ്ങളെയും ആധിപത്യങ്ങളെയും അന്ധകാര ലോകത്തിലെ അധിപന്മാരെയും അവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിൻ്റെ മേൽ അവൻ വിജയം വരിച്ചു. കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആധിപത്യങ്ങളെയും നമ്മുടെ മേലുള്ള സാത്താൻ്റെ അധികാരത്തെയും അവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സകലതിനെയും അവൻ അതിജീവിക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്തുകൊണ്ട് അവിടെ സകലതിൻ്റെ മേൽ അവിടുന്ന് വിജയം വരിച്ചു. മരണത്തെപ്പോലും മരണഭയത്തെപ്പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് കൃപയാൽ നമ്മളെ വീണ്ടെടുത്തു. വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സകല ബലഹീനതകളും നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ അവിടുത്തെ പരിശുദ്ധമായ രക്തം അവിടുന്ന് നമുക്ക് ദാനമായി നൽകി. തകർന്നു കിടക്കുന്ന നമ്മുടെ ശരീരത്തെ പുനരുദ്ധരിക്കുവാൻ അവിടുന്ന് ശരീരം നൽകിക്കൊണ്ട് ഈ ശരീരമാകുന്ന ആലയം അവിടുത്തെ ശരീരത്താൽ പുനരുദ്ധരിച്ചപ്പോൾ ദൈവം അവിടെ മഹത്വത്തോടെ പ്രത്യക്ഷനായി. വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണം. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ദേശത്തിന് ഞാനൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിപൂർണമായിട്ട് പ്രാർത്ഥിച്ചു. ബലഹീനതകൾ ഏറ്റെടുക്കട്ടെ. കുറവുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ആ കുറവുകളെ നിറവാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും നമ്മളെ.
ദിവസം പ്രാർത്ഥിച്ച് ഈശോട് ചോദിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ബലഹീനതകളിലേക്ക് കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ, ദിവ്യ കാരുണ്യ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം, ദിവ്യ കാരുണ്യം നമ്മളുടെ ഹൃദയതലങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബലഹീനതയിലെ കർത്താവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങട്ടെ. അരിശവും ദേഷ്യവും ഭിന്നതയും വിഭാഗചിന്തയും വിദ്വേഷവും പകയും ചതിയും വഞ്ചനയും ഒക്കെ നിറഞ്ഞ നമ്മുടെ ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ വീണ്ടെടുക്കപ്പെടട്ടെ എന്ന് ഓരോ മകനും മകളും ദിവസം പ്രാർത്ഥി. കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവനിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ, ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് ആദ്യം കൊടുക്കുന്ന സമാധാനമാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിൽ സമാധാനം തരുന്ന ദൈവത്തെ നമുക്ക് സ്വന്തമാക്കാം. ആഗ്രഹിച്ച് ബലഹീനതകളെ തകർക്കണം. ഈ കുറവുകളെ അവിടെ നിന്ന് നിറവാക്കി മാറ്റണം. ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് രൂപപ്പെടണം. വലിയൊരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. താബോർ മലയുടെ മുകളിലോ ഈശോ രൂപാന്തരപ്പെട്ടതുപോലെ പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് രൂപാന്തരപ്പെട്ടു എങ്കിൽ ആ യേശു എന്നിലേക്ക് കടന്നു വരുമ്പോൾ, ആ യേശു സാന്നിധ്യം എന്നിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എല്ലാം യേശുവിനാൽ രൂപാന്തരപ്പെട്ടിരിക്കും. വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തപ്പോൾ മനുഷ്യന് തോന്നാത്ത രീതിയിൽ വിരൂപനായി അവിടുന്ന് കുരിശിൽ കിടന്നു. ഉഴവുകാർ നിലം ഉഴുതുമറിക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ നീളത്തിൽ ഉഴവുചാൽ കീറിയത് എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ കണ്ണുകളടച്ച് എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്വരം ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, സ്വരമേർത്തി സ്തുതിക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ ശരീരമാക്കി, യേശുവിൻ്റെ ആത്മാവാക്കി, യേശുവിൻ്റെ ജീവനാക്കി, യേശുവിൻ്റെ ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ യേശുവിൻ്റെ കരങ്ങളിലൂടെ, അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ യേശു പ്രവർത്തിച്ചതുപോലെ എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ ആത്മാവിലൂടെ, എൻ്റെ ജീവനിലൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടണമെന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവമേ, പാപത്തിൻ്റെ ബലഹീനതകളിൽ നിന്ന്, പാപത്തിൻ്റെ ശക്തികളിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് എൻ്റെ ശരീരത്തെ വിടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമാക്കി, വിശുദ്ധ വ്യക്തിയാക്കി, വിശുദ്ധിയാക്കി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് വിശുദ്ധ ജാബർ പിതാവിനോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എന്നെ രൂപാന്തരപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെട്ടവനെ വിളിക്കാമോ? എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവനെ വിളിക്കാമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈരടികളോട് ചേർന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്ഥനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഗാനത്തെ ശുശ്രൂഷയിലൂടെ എൻ്റെ ജീവിതം മഹത്വീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും ദൈവമേ, തിരുച്ചോരത്തുള്ളിയാ ഈശോയെ, കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ, കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം, വിശ്വസിപ്പൂ ഞാൻ.
തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശാന്തമായിട്ടിരിക്കുക. ദൈവവചനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു തരുവാനും അതിലൂടെ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളാൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാനും നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം. ജെറമിയ തടവിലായിരുന്നപ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു. ജെറമിയ തടവിലായപ്പോൾ സഹനത്തിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം നമ്മളെ ഓർമ്മ. തടവിലായപ്പോൾ കേവലം ഒരു ബാലനായിരുന്ന ജെറമിയായെ കർത്താവ് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ലോകത്തിലേക്ക് ഒരു രക്ഷകൻ കടന്നു വരുന്നു എന്ന് ആ മുന്നറിയിപ്പ് കൊടുക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ദൈവം അയച്ചത് ജെറമിയ പ്രവാചകനെയാണ്. പ്രവാചകന്മാരെ അയക്കുക. ഈ പ്രവാചകൻ തടവറയിലേക്ക് പോവുക. ദൈവം പറഞ്ഞ കാര്യം ദൗത്യം ചെയ്തു, ഇത്രേ ഉള്ളൂ. ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്യുമ്പോൾ തടവറയിലേക്ക് പോകുമ്പോൾ ആ തടവറയ്ക്കുള്ളിൽ ദൈവം നമ്മളോട് സംസാരിക്കും. കരമേർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്ന സമയം, സഹനത്തിൻ്റെ സമയത്ത് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പം നമ്മൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കണ്ണുനീരൊഴുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരുഭൂമിയിലെ ഇസ്രായേൽ ജനം 40 സംവത്സരം അലഞ്ഞു തിരിഞ്ഞുവെങ്കിൽ അവിടെ ദൈവമുണ്ട് കൂട്ടത്തിൽ. അവിടെ പറയുന്ന വചനം പറയുന്നത് മേഘസ്തംഭം ഉയരുമ്പോൾ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും അല്ല എന്നാണ് പ്രവാചക ഗ്രന്ഥത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാക്കളെ ഓർമ്മ. ദൈവം വരിക, നമ്മുടെ രക്ഷകയായി ദൈവം വരികയാണ്. ആ ദൈവം വരുന്നതിന്, യേശു വരുന്നതിന് മുന്നോടിയായിട്ട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ആ പ്രവാചകന്മാരിലൂടെ രക്ഷയെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. വരവിനെക്കുറിച്ച്, വരാനിരിക്കുന്ന തലമുറകൾക്ക് ലഭിക്കപ്പെടാനിരിക്കുന്ന രക്ഷയെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. കരമൊന്നുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനയാത്ര നമ്മുടെ ജീവിത സഹനയാത്രയാണ്. ഇവിടെ വന്ന് വർഷങ്ങളോളം പ്രാർത്ഥിച്ച ഒരു സഹോദരി ന്യൂസിലാൻഡിന് പോയി. ന്യൂസിലാൻഡിൽ ചെന്നു. അവിടെ വെച്ച് ജോലിയൊന്നും കിട്ടിയില്ല. 10-14 ലക്ഷം രൂപ കടം മേടിച്ച് ന്യൂസിലാൻഡിൽ ചെന്ന്, ന്യൂസിലാൻഡിൽ അപ്പോൾ ഏകദേശം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ, മരുഭൂമി അനുഭവമായി. അവിടെ ഇവിടെ കർത്താവ് അയച്ചത് മരുഭൂമിയിലേക്കാണ്. ആ മരുഭൂമിയിൽ വെച്ച് ഞാൻ ചോദിച്ചു, മോളെ നീ പതറുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരിക്കലും പതറുന്നില്ല എന്ന് പറഞ്ഞു. പതറാതെ തളരാതെ 3-4-5 മാസം, എനിക്ക് 6 മാസത്തോളമായിരുന്നു, 6 മാസത്തോളം ന്യൂസിലാൻഡിൽ അവൾ പ്രാർത്ഥനയിൽ മുഴുകി. തളർന്നൊന്നുമില്ല, മനസ്സ് മടുത്തൊന്നുമില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ന്യൂസിലാൻഡിലിരിക്കുന്ന ന്യൂസിലാൻഡിലിരിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ഒരു ജോലി സാധ്യതയില്ല. കാരണം അവിടെ മരുഭൂമിയാണ്. മരുഭൂമി അനുഭവം അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്നെ ഓസ്ട്രേലിയക്കുള്ള വഴിക്ക് വേണ്ടി നീ ശ്രമിക്കാൻ പറഞ്ഞു. അത് ശ്രമിച്ചു. അവിടെ വെച്ച് ചില ജോലി കിട്ടുമെന്നുള്ള സാധ്യതയൊക്കെ വന്നു. അതൊക്കെ മങ്ങി അവൾ തിരിച്ച് അവിടുന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ പറയും, നാട്ടിലോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദുബായിൽ വന്നു. ദുബായിൽ ഇറങ്ങി അവിടെ ഒരു ഇൻ്റർവ്യൂ പാസ്സായി അവിടെ ജോലി പ്രവേശിച്ചു. അതിനിടയ്ക്ക് നേരത്തെ നടന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂടെ വന്നു. ആ ഇൻ്റർവ്യൂവിൽ അവൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടുക എന്നുവെച്ചാൽ ജോലി കിട്ടിയില്ല. അവിടെ ഇൻ്റർവ്യൂ പാസ്സായി. അവർ ഞങ്ങൾക്ക് 5-6 ഹോസ്പിറ്റലുണ്ട്, ഇങ്ങി വരുന്ന ചാൻസ് നിനക്കുള്ളതാണ്. അപ്പോൾ അവൾ സന്തോഷിച്ചു, വളരെ സന്തോഷിച്ചു. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വരുക. അതിനു മുമ്പ് ഒരു ഏങ്ങലുടെ വലിയൊരു കരച്ചിൽ. അപ്പോൾ ഞാൻ വെച്ചു, കൊച്ചിന് എന്ത് പറ്റി? ആദ്യം കരച്ചിൽ കേൾക്കുന്നത്. അവൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ ചെറുവിരലിൻ്റെ ആ ചെറുവിരലിൽ ഒരു വേദന ഉണ്ടായി, ഒരു വേദന. ഈ സമയത്ത് ഒരു കൂട്ടുകാരി, അതിന് മുമ്പുള്ള സമയത്ത് ഒരു കൂട്ടുകാരി ഇങ്ങനെ വിരൽ കയ്യെ പിടിച്ച് ഇങ്ങനെ ഞൊട്ട വിട്ടു. ആ സമയത്ത് ഇവക്കൊരു വേദന ഉണ്ടായി. ആ വേദന ഇങ്ങനെ തുടർന്ന് കുറച്ച് അതിശക്തമായ വേദനയിലേക്ക് പോയി. അതിനുശേഷം അവൾ അത് പരിശോധിച്ചപ്പോൾ അവളുടെ ഈ എല്ലിനിടയിൽ, ഈ ചെറുവിരലിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്. ഇവിടെ പിന്നെയും പോകുന്ന ഒരു തടവറയിലെ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ആ ട്യൂമറിന് ക്യാൻസറിൻ്റെ സാധ്യത
ഉണ്ടായിരിക്കാം എന്ന് ഡോക്ടർ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. പ്രിയപ്പെട്ട ആ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് അവളോട് സംസാരിക്കുന്ന സമയമാണ്. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കപ്പെടണമെങ്കിൽ ദൈവമായ കർത്താവ് സഹനത്തിലൂടെ, അഗ്നിയിലൂടെ സ്വർണം ശോചന ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ശോചന ചെയ്ത് നമ്മളെ പൂർണ്ണമായിട്ടും സാത്താൻ്റെ പിടിയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ കർത്താവ് ആ ശോചനയിലൂടെ മോചിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും നമുക്ക് തകർച്ചയ്ക്ക് കാരണമൊന്നുമല്ല, ഇത് മരണത്തിലേക്കൊന്നുമല്ല നയിക്കുന്നത്, ഉയർപ്പിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ സഹന ശുശ്രൂഷയാണ് നടക്കുന്നത്. ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെക്കുക, പതറാതെ തളരാതെ. ഇവിടെ നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം. വേറൊരു സംഭവം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ നേരത്തെ വന്ന് എന്നൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇടുക്കിയിൽ നിന്ന് യാത്ര ചെയ്ത് കർത്താവിൻ്റെ ദൃശ്യത്തിന് വന്ന് യാത്ര ചെയ്ത് പ്രാർത്ഥിച്ച് കടന്നുപോയൊരു സഹോദരി, ഒരു ടീച്ചറാണ്. ഈ സഹോദരിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വളരെ മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് ഈ ടീച്ചറിന് ശരീരത്തിലാകപ്പാടെ അസ്വസ്ഥതയായി, ഈ ശരീരം വീക്കായി. പുള്ളിക്കാരി മനസ്സിൽ ഫോൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്നെ വിളിക്കണമെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട ഇതുള്ളതുകൊണ്ട് ഈ ഒരു കൂട്ടുകാരത്തിൽ നേഴ്സുണ്ട്, ആ നേഴ്സിനോട് പറഞ്ഞ് ബ്രദറിനെ ഒന്ന് വിളിച്ചിട്ട് ബ്രദറിനെ ഒന്നോടൊന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കാമോ എന്ന് ചോദിച്ചു. ഈ നേഴ്സ് എന്നെ വിളിക്കുക, അവർ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. അവൾ എന്നെ വിളിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഈ ടീച്ചറിൻ്റെ ഹാർട്ട് ലീക്ക് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. നിങ്ങൾ ചിന്തിക്കണം, ദൈവം എത്രമാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് നമ്മുടെ കയ്യിലോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുക. ഞാനിത് ഇവരോട് പറഞ്ഞു, ഈ കൊച്ചിന് ഈ ടീച്ചറിന് പ്രശ്നം ഹാർട്ടിനാണ് പ്രശ്നം, എത്രയും എന്ന് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോകാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇവർ വാക്ക് വിശ്വസിച്ച് ഇവർ ഹോസ്പിറ്റലിൽ ചെന്ന് ഇത് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഇവളുടെ ഹാർട്ടിൻ്റെ വാൽവ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓർക്കണം, ദൈവം ഒരു മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണ്. എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി, എന്നിട്ട് പറയാം മരുന്ന് കഴിച്ചാൽ മതി, അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഇനി അത് പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ ആരംഭത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുള്ള രോഗാവസ്ഥ പോലും വെളിപ്പെടുത്തി അവളെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവം കൂടെ നടക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സൗരോട് ഈ നേഴ്സിനോട് പറഞ്ഞു, അവൾ അത്ഭുതമായിട്ട് വിളിക്കുന്നത്, ബ്രദർ പറഞ്ഞ സംഭവം തന്നെ സംഭവം. ഞാൻ പറഞ്ഞു, മോളെ, ഇത് എന്നോടുള്ള സ്നേഹമല്ല, അവളോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവം ആ രോഗാവസ്ഥ വെളിപ്പെടുത്തിയത്. ദൈവം അത്രമാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്. ഞാൻ പോലും ഇതിൻ്റെ ആൻസർ കിട്ടിയപ്പോൾ ഞാൻ പോലും അമ്പരന്ന് പോയി. ദൈവം എത്രമാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് നമ്മോട് അരുളിച്ചെയ്തിട്ടുണ്ട്. കരമുയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യായുടെ ദൈവം പറയും, ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. ഭൂമിയെ രൂപപ്പെടുത്തി, അതിനെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി രൂപഭംഗി കൊടുത്ത് അതിനെ പരിപാലിക്കുന്ന ദൈവമായ കർത്താവ്, ആ കർത്താവെന്നാണ് അവിടുത്തെ നാമം. കരമടിച്ചൊന്ന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെന്നാണ് അവിടുത്തെ നാമം. ഈ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്നത് ഈ ദൈവത്തെയാണ്. ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യനെ പരിപാലിക്കുന്ന, ആ മനുഷ്യനെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ നാമമാണ് കർത്താവെന്നാണ് അവിടുത്തെ നാമം. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ?
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോഴോ അനുഗ്രഹം നമ്മളിലേക്ക് വരുമോ? ഓരോ വചനം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വചനം ദൈവമാ. ആ വചനം നമ്മളിലേക്ക് വന്ന് മാംസം ധരിക്കുക. ആ വചനം നമ്മളിൽ നിറവേറുകയാണ്. ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനം നമ്മൾ നിറവേറാൻ പ്രാർത്ഥിച്ചാൽ വചനം ദൈവമാ. ദൈവം നമ്മളിൽ ആ എഴുതപ്പെട്ടിരിക്കുന്ന വാക്കുകളാൽ നമ്മളെ അനുഗ്രഹിക്കുക. വചനം ആർക്കും വേണ്ട, വചനം ആരും വായിക്കുന്നുമില്ല. വചനം നമുക്കൊരു പ്രശ്നം വരും, പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഈ പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈശോയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയ വചനങ്ങൾ, പിതാവിൻ്റെ വാക്കുകൾ, ആത്മാവ് പിതാവിൻ്റെ ആത്മാവാ, പരിശുദ്ധാത്മാവ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നപ്പോഴാ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവപുത്രനിൽ വസിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ സ്വരം ശ്രവിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ദൈവജനത്തോട് ദൈവം പറയും, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അത് അവൻ്റേതല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മുടെ പ്രശ്നം അവിടെ ബലഹീനത. കർത്താവിനോട് പ്രാർത്ഥിക്കും, ബലഹീനത അങ്ങ് മാറ്റിക്കളഞ്ഞാൽ പോകുന്ന സംഭവമൊന്നുമല്ല. ബലഹീനത പോകണമെങ്കിലോ ഇന്ന് ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ട്? ഒരു വ്യക്തി പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെല്ലാം സത്യമാണെന്ന്, കൃത്യമാണ്. ഒരു പെൺകുട്ടി പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്നലെ ഉണ്ടായ രണ്ട് സംഭവങ്ങളാണ്. ഒരു സഹോദരിയും ഒരു സഹോദരനും ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് പറയും ഇതെല്ലാം ശരിയാന്ന് പറയുമോ? ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, നിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അത് അശുദ്ധാത്മാവാണോ? അവൾ പറഞ്ഞ അശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിച്ചതിനെ, എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള വാക്കുകളായിട്ട് മാറിയേനെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകളായിട്ട് മാറിയേനെ. അവിടെ മല്ലടിക്കുക, അമ്മായിമ്മയായിട്ട് മല്ലടിക്കുക, അവിടെ ശത്രുത ഉണ്ടായിരിക്കുക, അവിടെ ഭിന്നതയുണ്ടായി, കെട്ടിച്ചുവിട്ട വീട് ഉപേക്ഷിക്കപ്പെടേണ്ട അവസ്ഥ, ഉദരത്തിലൊരു കുഞ്ഞ്. ഞാൻ ചെയ്തത് ശാപമാണോ? പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്ത് വായിച്ച് ഓരോ വാക്യങ്ങൾക്കും ഞാൻ അതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഈ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം തീർന്നപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്നാ ചെയ്യണ്ടേ? അനുദപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചവരാണ്. ഈ ആത്മാവ് നമ്മൾ ശക്തി പ്രാപിക്കും. ഈ ആത്മാവ് ശക്തി പ്രാപിക്കുമ്പോൾ ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവം ഇതിൽ ജീവിക്കുമെന്ന് ഈശോ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അടിസ്ഥാന സംഭവം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവാണോ വ്യാപരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ പ്രവൃത്തികൾ ദൈവികമാണോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണോ ഞങ്ങൾ ചെയ്യുന്നത്? അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, അശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കത്തില്ല. അശുദ്ധാത്മാവാണ് അശുദ്ധിയിലേക്ക് നയിക്കുന്നത്, തിന്മയിലേക്ക്, അരിശത്തിലേക്ക്, ദേഷ്യത്തിലേക്ക്, ഭിന്നതയിലേക്ക്. ഇതെല്ലാം ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തെ, മറ്റുള്ളവർ പറഞ്ഞു കേൾപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കും. എന്നിട്ട് വഴക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞതെല്ലാം കൂടെ വിളിച്ചു പറയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നേ? അവിടെ ഭിന്നിപ്പുണ്ടാവുക, തകർച്ച ഉണ്ടാവുക, അവിടെ കലഹം ഉണ്ടാവുക, ആ ഭവനത്തിൽ നിൽക്കാനുള്ള ആ സാധ്യത പോലും നഷ്ടപ്പെട്ടു പോരേണ്ട ഗതികേടിലേക്ക് കടന്നു പോവുക. ആത്മീയ അഭിഷേകം നഷ്ടപ്പെട്ടു പോവുക. സകലതും സൃഷ്ടിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കുക, കർത്താവിനെ സ്വീകരിക്കുക, ദൈവത്തെ സ്വീകരിക്കുക. ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറഞ്ഞു തരിക, എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും. നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ നിന്റെ ദൈവമായ കർത്താവിനെ വിളിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഉത്തരമരുളും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കയ്ക്ക് പോയ, എനിക്കത് കാനഡയിലും അമേരിക്കയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സഹോദരൻ ഒരു സഹോദരിയാണ്, 2 വ്യക്തികളാണ്. ഇവരവിടെ പോയി ഇവർക്ക് ജോലി കിട്ടുന്നില്ല. ഇവരിടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, ഇൻ്റർവ്യൂ വരുമ്പോൾ വിളിക്കും. ഞാൻ പറയും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഇവിടെ അങ്ങനെ വിളിച്ച് എനിക്കൊന്ന് 1 വർഷത്തിൽ കൂടുതലായി. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവ് നിറയാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവർ 2 പേരിലും
പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിടെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റി. ഇവർ പറയും, ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത ഉന്നതമായ ജോലി കൊടുത്ത്, സമൃദ്ധി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയണം. നമ്മൾ വിചാരിക്കുന്ന പോലെ സമൃദ്ധി ഇങ്ങനെ കിട്ടത്തൊന്നുമില്ല. മരുഭൂമി 40 സംവത്സരം ഇസ്രായേൽ ജനത്തിന് വചനം കൊടുത്ത് ദൈവം കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ മഹത്വം ഇസ്രായേലിന് വെളിപ്പെടുത്തി തങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ഈ ദൈവമാണെന്നുള്ള ബോധ്യം കൊടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ വിഭജനത്തിലൂടെ ദൈവമായ കർത്താവ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിപ്പിച്ചത്. അവിടെ ഒരുക്കി വാർത്തു. നമ്മുടെ ജീവിതത്തെ കർത്താവ് ഒരുക്കി വാർക്കുന്നത്, സഹനത്തിൻ്റെ തീച്ചുളിലൂടെ കർത്താവ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടി? മരുഭൂമി അനുഭവത്തിലൂടെ കർത്താവ് കൊണ്ടുപോകുന്നത് മഹത്വത്തിൻ്റെ ദൈവം നമ്മളിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എന്നെ വിളിക്കാൻ ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നിഗൂഢമായിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും. മറ്റുള്ളവരുടെ കരുണ കാണിക്കുക. ദൈവം കരുണ പറഞ്ഞ ഹാർട്ടിൻ്റെ രോഗാവസ്ഥ പരിശുദ്ധാത്മ വെളിവ് സ്കാനിങ്ങിൽ കാണുന്ന പോലെ, അല്ലെ ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരിക, തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട്. നിഗൂഢമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിക്കാൻ ചില രോഗികൾ ചികിത്സിക്കുമ്പോൾ ശരിയാവുന്നില്ല, സൗഖ്യം കിട്ടുന്നില്ല. വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. ഒരു സഹോദരൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ ആഴ്ചയിലും വരുന്ന മുട്ടിന് നീർക്കെട്ടായി, രോഗാവസ്ഥയായി, എന്നെ എപ്പോഴും വിളിക്കും. കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥിക്കണേന്ന് പറയും. പക്ഷേ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 10,75,000 രൂപയോളം വേണം. ഇപ്പം ഇല്ല, പൈസയില്ല. 75,000 രൂപ കണ്ട് വേണം. 1,00,000 രൂപയ്ക്ക് അടുത്ത് പൈസ വേണം. ഞാൻ മോനെ പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും, പാപം ക്ഷമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഭാര്യ വിളിച്ചപ്പോൾ ഭാര്യ എവിടെയോ പാത്തു വെച്ചിരിക്കുന്ന ഒരു വള, അവസാന ട്രീറ്റ്മെൻറ്റാ. അവസാനത്തെ സാധനം അവൾ പറയുന്നുണ്ട്, അവസാനത്തെ ഒരു തുരുമ്പ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന. അയാൾ വിദേശത്താ, കടബാധ്യതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തുരുമ്പ്, ആ മാറ്റിവെച്ചത് ഇവൻ്റെ മുട്ടിനുള്ളിൽ നീർക്കെട്ട് വന്നിട്ട് പഴുപ്പ് ബാധിച്ച് അത് വലിയ ഇൻഫെക്ഷനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ ദൈവം കരുതി വെച്ച സമ്പത്ത് അവൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തി. ഇന്നലെ രാത്രിയിൽ അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് കരുതി വെക്കുന്ന ദൈവ. ആ ജീവിത പങ്കാളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, മദ്യപാനി ഒരു മനുഷ്യൻ, എല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുവാനായിട്ട് കർത്താവ് കരുതി വെച്ച ഒരു സമ്പത്ത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ആരോട് ചോദിക്കാനാ? നിവൃത്തിയില്ലാത്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിവൃത്തി തരുന്ന ഒരു ദൈവം, സമൃദ്ധി തരുന്ന ഒരു ദൈവം, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് കർത്താവിൻ്റെ ആത്മാവ് വെളിവ് നിഗൂഢമായ ചില കാര്യങ്ങൾ ആത്മാവ് സമയത്ത് വെളിപ്പെടുത്തും. കരുതി വെച്ചതാ, മാറ്റി വെച്ചതാ. നമ്മൾ ഓർത്തില്ലെങ്കിലോ, അത് തപ്പവും കിട്ടിയില്ലെങ്കിലോ, അതെല്ലാം കർത്താവ് കരുതി വെച്ചു. അതാണ് ദൈവം. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യ നേരത്ത് ആവശ്യമുള്ളത് കരുതി വെച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കരമുയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപരോധ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കുവാൻ ഈ നഗരത്തിൽ നിന്ന് പൊളിച്ചെടുത്ത വീടുകളെയും യോദയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കൽദായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക. കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും. എന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. യൂദയായാലും ഇസ്രായേലിലും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പടുത്തുയർത്തും. ഇസ്രായേൽ നശിച്ചു പോകുമ്പോൾ അവിടെ കൽദായര്
അവിടെ അവരെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് പറയുക, അവരെ ഞാൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തരുന്ന ഒരു ദൈവമാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സാത്താൻ വന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച് സാത്താൻ നമ്മുടെ ജീവിതത്തിലുള്ള സകലതും നശിപ്പിക്കുക. കർത്താവ് പറയാ, യോനാ പ്രവാചന ദിവസം ശ്രദ്ധിച്ച് അവിടെ നശിപ്പിക്കപ്പെടും. കാരണം അവിടെ പാപം പെരുകി, തിന്മ പെരുകി, അവിടെ അശുദ്ധി പെരുകിയപ്പോൾ ദൈവമായ കർത്താവ് നിനവയെ നശിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ഒരു സമയം കൊടുത്തു. 40 ദിനരാത്രങ്ങൾക്കുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടും. സോദോം ഗോമോറോ നശിപ്പിക്കപ്പെടുന്ന സമയമുണ്ട്. അവിടെ ലോത്തിനെയും കുടുംബത്തെയും ദൈവം മാറ്റിവിടുന്നുണ്ട്. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഉപ്പുതൂണായിട്ട് മാറിയെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാപത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കർത്താവ് പറയും, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപമാർഗങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ പുനരുദ്ധരിക്കുന്ന, വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവരെന്നോട് മറുതലിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുമ്പാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാക്കും. ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു വിറയ്ക്കും. പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവമായ കർത്താവ് അവരുടെ ബലഹീനതകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ സമൃദ്ധമായ അനുഗ്രഹം അവർക്ക് പ്രദാനം ചെയ്യുമെന്ന് ജെറമ്യ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കും. ഒരു ദേശത്തിന് കുറേ നാളത്തേന് കർത്താവിൻ്റെ ആത്മാവ് ആ ദേശത്ത് മുന്നറിയിപ്പ് കൊടുക്കും. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതിലൂടെ ആത്മീയ ശുശ്രൂഷ ഈ ദേശത്തിന് വേണ്ടിയാണ്. ഈ ദേശത്തുള്ളവരെന്ന് പറയും, ഇന്ന ആളുടെ ഇന്ന മകനാണ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നമുക്കത് കേൾക്കേണ്ട കാര്യം ഇതൊരു മുന്നറിയിപ്പാ. ഈ ശുശ്രൂഷ ഒരു മുന്നറിയിപ്പിന്റെ ശുശ്രൂഷയാ. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് ആത്മാവിൽ പറയുന്ന ഒരു ശുശ്രൂഷയിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. ഈ ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ ഭൗതിക നേട്ടങ്ങളല്ല, ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ ഭൗതിക മേഖലയിൽ കർത്താവ് നിലനിൽപ്പ് നൽകിക്കൊണ്ട് തന്നെ ആ ദേശത്ത് അനുഗ്രഹമാക്കി മാറ്റുമെന്ന്, ശത്രുകരങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് നമ്മളെ ആ ശത്രുകരങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് ദേശത്ത് നമ്മളെ അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഭുജത്താലും ഭീതിതമായ പ്രവൃത്തികളാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടാണ്, അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ്, വലിയ സഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടാ. ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയി മരുഭൂമിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ വെള്ളം കയ്പാ എന്ന് ഓർത്ത് ദാഹിച്ച് ചെല്ലും. നമുക്കൊന്ന് ഓർത്തേ, ഈ പള്ളി വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ദാഹമോ, ഇവിടെ വെള്ളം ഇല്ലെങ്കിലോ ആ കോരിക്കുടി വെച്ച് വെള്ളം കണ്ടോ അത് അടുത്ത് കുടിക്കുമ്പോൾ കയ്പാ. എന്ത് കയ്പ് നിറഞ്ഞ ജീവിതത്തിലൂടെ ഇവർ പോകും. ഇവർ കുറച്ച് നാളായിട്ട് ഇറച്ചിയും മീനൊന്നും ഇല്ല, ഇറച്ചിയും അപ്പമൊന്നും കിട്ടുന്നില്ല. മരുഭൂമിയിലാ, ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറക്കി ഇവർക്ക് കൊടുക്കുക. പക്ഷെ ആ സ്വർഗത്തിൽ ലഭിച്ച അപ്പം സ്വീകരിച്ചവര് മരിച്ചുപോയി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്ന അപ്പമായ യേശുനാഥൻ, ആ യേശുവിനെ സ്വീകരിക്കുന്നവര് ഒരിക്കലും മരിക്കുകയില്ല. അവർ മരിച്ചാലും അവർ ജീവിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. അവർ വന്ന് അത് കൈവശപ്പെടുത്തിയെങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമം അനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ നഗരം പിടിച്ചെടുക്കുവാൻ കൽദായ ഉപരോധ ദുർഗം നിർമ്മിച്ച്
ആക്രമിക്കുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധികളും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അരുളിച്ചതെല്ലാം സംഭവിച്ച് അങ്ങ് കാണുന്നുണ്ടല്ലോ. കൽദായരുടെ കരങ്ങളിൽ നിന്ന് കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ അവിടുന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ കർത്താവ് ജെറമ്യായോട് അരുളിച്ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്ഷകനെ കുറിച്ച് കർത്താവ് വരിക, യേശു വരികയാണ്, രക്ഷയ്ക്കായിട്ട് യേശു വരുന്നു. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ വരവിനെ കുറിച്ചാണ് ജെറമ്യാ പ്രവാചകൻ കർത്താവിൻ്റെ ആത്മ പറയുന്നത്. ആ പ്രദേശത്ത് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ തിരുവചനം, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവിടെ പ്രകാശിച്ചു. അവർ വളരെയേറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനതകൾക്ക് വേണ്ടി വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത, നല്ലൊരു വാർത്ത ഇതാ നിങ്ങളെ അറിയിക്കുന്നു. അവിടെ വചനം പറയുന്ന, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു പിറന്നിരിക്കുന്നു. ഈ യേശു എവിടെയാണ് പിറന്നിരിക്കുന്നത്? ഇപ്പോൾ നമ്മളിലോ. ഈ യേശു ഉള്ളിലുണ്ട്. ഈ യേശുവിനെ വിളിക്കാൻ, അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് ഹൃദയത്തിലുള്ള നിന്റെ ഉള്ളിലുള്ള നിന്റെ ദൈവമായ കർത്താവിനെ നീ വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു നിന്റെ ഉള്ളിലായിരുന്നു കൊണ്ട് നിന്റെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുകയും ശത്രുകരങ്ങളിൽ നിന്ന് ദൈവമായ കർത്താവ് നിന്നെ വിടിപ്പിക്കും. നിന്റെ വേദനകളിൽ നിന്ന്, നിന്റെ തകർച്ചകളിൽ നിന്ന്, നിന്റെ ദുഃഖങ്ങളിൽ നിന്ന്, നിന്റെ വേദനകളിൽ നിന്ന് അവിടെ നിന്നെ വിടുവിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ട് കടന്നു വന്നിരിക്കുക. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം, ദേവാലയത്തിൽ. ഇവിടുത്തെ ഉള്ളിൽ എന്താണ്? ദേവാലയത്തിൽ എന്തുള്ളത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, ദേവാലയത്തിനുള്ളിലുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കർത്താവ് വിളിക്കുക, എൻ്റെ ആലയത്തിലേക്ക് നിങ്ങൾ വാ. ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഓഡിറ്റോറിയത്തിലൊക്കെ ചിലപ്പോൾ ശുശ്രൂഷ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. കർത്താവ് ദേവാലയത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അൾത്താരിൽ ദൈവത്തിൻ്റെ മഹത്വം നിൽക്കുന്നുണ്ട്. ഈ മഹത്വത്തിലേക്കാണ് ദൈവജനത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഈ മഹത്വത്തിലേക്ക്, ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ രക്ഷപ്പെടും. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന യേശുവേ എന്ന് വിളിക്കുമ്പോൾ, ഈ അൾത്താരയിലായിരിക്കുന്ന ദൈവമഹത്വത്തിലേക്ക് നോക്കിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ള ദൈവം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചിക ബന്ധനത്തിൽ നിന്ന് എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും അവിടുന്ന് സ്വതന്ത്രമാക്കുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സാമ്പത്തിക ക്രൈസിസ് കൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളവൻ ശക്തി പ്രാപിച്ച്, എൻ്റെ വിശ്വാസത്തിലൂടെ ശക്തി പ്രാപിച്ച്, എൻ്റെ ഉള്ളിലുള്ളവൻ ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ തകർച്ചയിൽ നിന്ന് എന്നെ വീണ്ടെടുത്തുകൊണ്ട് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്വർഗത്തോളം ഉയർത്തുന്ന ആത്മീയ ശുശ്രൂഷയാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, വിദേശമൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുക. നാട്ടിടയന്മാരോ, നിങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുമല്ലേ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിടയന്മാർ പ്രാർത്ഥിക്കുന്നതിന് മരുഭൂമി കൂടെ പോകുന്നത്. സകലവിധ ക്ഷുദ്രജീവികളും, എല്ലാ ജീവികളും ഉണ്ട് അവിടെ. വന്യമൃഗങ്ങളുണ്ട്, ക്ഷുദ്രജീവികളുണ്ട്, നല്ല വിഷമുള്ള പാമ്പുകളുണ്ട്. രാത്രി കയറാം, ഈ പെരുമ്പാമ്പൊക്കെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇതൊക്കെ ആ ആട്ടുംകൂടിനകത്ത് കയറാം. ഇതെല്ലാം ചുറ്റി മറച്ചിട്ട് ഇടയൻ ആടിൻ്റെ വാതിൽക്ക് കിടക്കുക. ഒരു പാമ്പ് കയറിയാലും ഒരു പഴുതാര കയറിയാലും ഇതിനെ ഉപദ്രവിക്കാതിരിക്കാൻ ഇടയൻ ആടിൻ്റെ വാതിൽക്ക് കിടപ്പുണ്ട്. ഈ ഇടയനെ ചവിട്ടി വേണം, അല്ലെങ്കിൽ ഇടയൻ്റെ മുകളിലൂടെ വേണം ഇത് വരുന്ന ജീവിക്ക് ഇതിനുള്ളിൽ കയറി ആടുകളെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഇടയൻ ആടിനു വേണ്ടി ജീവൻ കൊടുത്ത് ആട്ടുംകൂടിൻ്റെ വാതിൽക്ക് കിടപ്പുണ്ട്. നമ്മുടെ ദൈവം യേശുനാഥൻ
നമ്മുടെ ഉള്ളിൽ ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത ഒരു 33 വയസ്സുകാരൻ സകലതിനെ അതിജീവിച്ച ഒരു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മ. ഉള്ളിലുണ്ട് ദൈവം. ഈ ദൈവത്തെ ആരാധിക്കണ്ടേ, ഈ ദൈവത്തെ സ്നേഹിക്കണ്ടേ. അല്ല ജോലിയല്ല സ്നേഹിക്കേണ്ടത്, സമ്പത്തിനെ അല്ല സ്നേഹിക്കേണ്ടത്, വ്യക്തിജീവിതങ്ങളെ അല്ല സ്നേഹിക്കേണ്ടത് എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ ആത്മീയമായി സ്നേഹിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ശക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ് ദൈവജനം നമ്മെ ഓർമ്മപ്പെടുന്നത്. ആട്ടുടയന്മാരോട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യം, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. സകല ജനത്തെയും വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് ദൈവത്തിൻ്റെ ദൂതൻ അറിയിക്കുക. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു സൈന്യവ്യൂഹം ആ ദൂതന്മാരുടെ കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പൊ എന്താ പ്രാർത്ഥിക്കണ്ടേ? ദൈവകൃപ നിറയുവാൻ, കൃപ നിറയാനാ പ്രാർത്ഥിക്കണം. കൃപ നിറയുമ്പോൾ കർത്താവ് കൂടെ വരും. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ആര് തരും? കൃപ നിറയുമ്പോൾ കിട്ടും. ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്ന കൃപ തരാനാ, കൃപയ്ക്കുമേൽ കൃപ തരാനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൃപയ്ക്കുമേൽ കൃപ, ക്ഷമയ്ക്കുമേൽ ക്ഷമ. സഹനത്തിന്റെ മേല് ഈ ജോബിന് ചൊറി വന്നപ്പോൾ, ശരീരത്തിലെ പീഡ വന്നപ്പം ജോബിനെ ഊടും കഷ്ണം എടുത്ത് ചൊറിഞ്ഞിട്ട് ചുരണ്ടിയിട്ട് അതിൻ്റെ മേല് ചാരം വാരിയിട്ടു. അപ്പൊ നല്ല നീട്ടില്ല. സാത്താൻ പോലും നാണിച്ചു പോകുന്ന സഹനത്തിലിരുന്നു കൊണ്ട് ദൈവമായ കർത്താവിനെ ആരാധിച്ച വ്യക്തിയാണ് ജോബ്. ആ ജോബിനാണ് ദൈവം തൻ്റെ ശത്രുക്കൾക്ക്, അല്ലെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, തന്നെ കുറ്റപ്പെടുത്തിയവർക്ക് വേണ്ടി, തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി, തന്നെ വഴിമാറ്റി വിടാനായിട്ട് സാധ്യത കൊണ്ടുവന്നവരുടെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. കരമേർത്തുനിന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അപ്പൊ ഒരു ലോകത്തിൽ രക്ഷകൻ വന്നിട്ടുണ്ട്. ആ രക്ഷ എത്തി നിൽക്കുന്ന എന്നിലാ വന്നു വയ്ക്കുന്നത്, നമ്മളിലാണ് വന്നു വയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ഈശോയെന്ന് വിളിക്കുമ്പോൾ ഈ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ഉള്ളി മാറ്റം വരുമ്പോഴാണ്. ഞാനൊരിക്കലും ജോലി കിട്ടുന്നുള്ള സാധ്യത ഞാൻ പറയും ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇരുട്ടാണ് ഞാൻ പറയും ഇരുട്ടായിട്ട് കാണുന്നത്, അന്ധകാരമായിട്ട് കാണും. പ്രകാശം വരുന്നുണ്ട്. നീ പ്രകാശത്തെ അനുഗമിക്കുമ്പോൾ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ, മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വളരെ വേദനയോടെ കടന്നു വന്ന്, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു ഒരു സഹോദരിയാ. കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മോളെ നീ പോയി വീട്ടിൽ പോയിരുന്നിട്ട് സങ്കീർത്തനം 1 തൊട്ട് 150 വരെ ദാവീദ് പ്രാർത്ഥിച്ച ഒരു സകല സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി കുറച്ച് ദിവസങ്ങളിൽ വചനം വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം എനിക്ക് ലഭിച്ചു. അതിലൂടെയാ വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സമാധാനമാണ്. വചനം ദൈവമായ കർത്താവാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിരുത്തി വായിക്കണമെന്നേ. ഇത് ബ്രദർ പറഞ്ഞതുകൊണ്ട് വായിക്കുമല്ലോ വേണ്ട, ഇത് മനസ്സിരുത്തി ഇതിനകത്ത് ഇരിക്കുന്ന ആന്തരിക അർത്ഥങ്ങളെ പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തന്നുകൊണ്ട്, പ്രാർത്ഥന വരം നൽകിക്കൊണ്ട്. പൗലോസ് പറയും, ഞാൻ പള്ളിയിൽ പോകുന്നില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്യാനായിട്ട് ആത്മാവ് വചനം ശക്തി കൊടുത്തു. പ്രലോഭനം ഉണ്ടായി ഈശോ എന്ത് ചെയ്ത്? വചനം വെച്ചാ. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. വചനം കൊടുത്തപ്പോൾ സാത്താൻ ആ പ്രലോഭനം അവസാനിപ്പിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് അകന്നുപോയി. അവിടെ കർത്താവിന്റെ വചനം പറയുക, നീതിമാർത്തന പുസ്തകത്തിലെ കർത്താവിന്റെ വാക്കുകളാണ് ദൈവത്തിന്റെ വാക്കുകൾ. അവിടെ ഉദ്ധരിച്ചപ്പോ ദൈവം പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ സാത്താൻ വചനത്തെ കേട്ട് ഭയന്ന് വിറച്ചുകൊണ്ട് ആ പ്രലോഭനം അവസാനിപ്പിച്ചുകൊണ്ട് കടന്നുപോയി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക.
3 പ്രലോഭനങ്ങൾ ഈശോ ഉണ്ടായപ്പോൾ ഈശോ അവിടെ എല്ലാം ഉപയോഗിച്ചത് വചനം ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വചനം തന്നിട്ടുണ്ട്. ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രലോഭനം അവസാനിപ്പിച്ചുകൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മഹത്വത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ പ്രത്യക്ഷമാവും. ഉയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ പ്രത്യക്ഷമാകും. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ചില ബലഹീനതകൾ ഇന്നും നമ്മളെ പിന്തുടരുന്നുണ്ട്. ചില സ്വഭാവ വൈകല്യങ്ങൾ, ദൈവത്തിൻ്റെതല്ലാത്ത ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മളെ പിന്തുടരുന്നുണ്ട്. ചില കള്ളത്തരങ്ങൾ, ചതി, വഞ്ചന, നുണ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ ബലഹീനതകൾ, ഏതെങ്കിലുമൊക്കെ കുറവുകൾ ദൈവരാജ്യത്തിന് എതിരായിട്ട് എന്നിലോ നിങ്ങളിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ബലഹീനത മുഴുവൻ എടുത്തു മാറ്റണേ, കൃപയാൽ, സത്യത്താൽ, ജീവനാൽ, ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കുന്ന സമയം നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ വിശുദ്ധ ജലത്താൽ നമ്മളെ വിശുദ്ധീകരിക്കും. മാമോദീസയിലൂടെ ലഭിച്ച ആ ദൈവിക വരപ്രസാദം കർത്താവ് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശുദ്ധ ജലത്താൽ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുക. പൗരോഹിത്യ അധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന നിത്യപുരോഹിതൻ്റെ ശക്തിയും സാന്നിധ്യവും വെളിപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി 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 നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ സന്നിധി സറണ്ടർ ചെയ്തുകൊണ്ട് മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ശരീരത്തെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകല രോഗങ്ങൾ, പീഡകൾ, തകർച്ചകൾ, ദുസ്വഭാവങ്ങളുടെ മേൽ, അശുദ്ധിയുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ, പൈശാചിക ശക്തിയുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം സാന്നിധ്യം ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ അശുദ്ധ ജീവിതത്തെ വിശുദ്ധ ജീവിതമാക്കി മാറ്റുവാൻ വിശുദ്ധ കുർബാനയായി തീർന്ന യേശുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം എന്നിൽ ദൃശ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോട് ചേർന്നുകൊണ്ട് ആ കണ്ണിൽ നിന്ന് അടർന്നു പോയതുപോലെ ദൈവത്തെ ദർശിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള ആ വലിയ ഉന്നതമായ അഭിഷേകം പൗലോസ് ശ്ലീഹായ്ക്ക് കൊടുത്തതുപോലെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർന്നു മാറേണ്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പൗലോസ് ശ്ലീഹായെ പോലെ തീഷ്ണതയോടെ വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ അത്യുന്നത ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകട്ടെ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? നന്നായിട്ട് പ്രാർത്ഥിച്ച് കടബാധ്യതകൾ, രോഗങ്ങൾ, തകർച്ചകൾ, ഇല്ലായ്മകൾ, ദാരിദ്ര്യം, പട്ടിണി, സകല സാധനം നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിലോ ഏതൊരു ദുരാത്മാവ് നമ്മളെ പിന്തുടരുന്നുണ്ട്, അതിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിച്ചു, പരിശുദ്ധാത്മാവിനാൽ മോചിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ അശുദ്ധിയും വിട്ടുപോകട്ടെ. ശരീരത്തെ ഭരണം നടത്തുന്ന, ആത്മാവിനെ ഭരണം നടത്തുന്ന, ജീവിതത്തെ ഭരണം നടത്തുന്ന സകല തിന്മകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. എൻ്റെ ജീവിതത്തിലെ അന്ധകാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരം ഉയർത്തി പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആവശ്യത്തിനനുസരിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച് ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകാം. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന യേശുനാമം വെളിപ്പെടുന്നു. എൻ്റെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ കരുണ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിക്കാം. നമുക്ക് ആദ്യ ശമ്പളം കിട്ടിയ ആർക്കുള്ളതോ കർത്താവിനുള്ളോ? ആദ്യ ഫലം ആർക്കുള്ളതോ ദൈവത്തിനുള്ളോ? നമ്മൾ പലപ്പോഴും ഇതൊന്നും ചെയ്യാറില്ല. കർത്താവിൻ്റെ വചനമോ നമ്മൾ ശ്രദ്ധിക്കണമെന്നറിയോ? വചനം വായിക്കണം.
എന്നിട്ട് ഈ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്കൊന്നുണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പള്ളിക്ക് അച്ഛന്മാർക്കല്ല കൊടുക്കും, ദൈവത്തിനാണ്. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ പറയുമ്പം എനിക്കെന്തോ വേണ്ടിയിട്ടാണെന്നോ, ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഒരു പൈസ പോലും ഒരു ശുശ്രൂഷയിൽ എൻ്റെ കരങ്ങളിൽ വരുന്നില്ല. നിങ്ങൾക്ക് ഉറപ്പാ. ഞാനൊരു അച്ഛന്മാരോട് ചോദിക്കാറ് പോലും ഒന്നും ചോദിക്കും, ഒരു സ്ഥലത്തുനിന്ന് ഒന്നും മേടിക്കാറില്ല. ഇപ്പം എനിക്ക് വേറെ ദൂര സ്ഥലത്തേക്ക് ശുശ്രൂഷ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങ് പോകാനുള്ളതെല്ലാം അങ്ങ് ക്രമപ്പെടുത്തി തരണേ, തിരിച്ചു പോരുമ്പോൾ ഒന്നും മേടിക്കാതെ തിരിച്ചു പോരാനുള്ള കൃപ തരണേ. നിങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കാം, കർത്താവിന് കൊടുക്കാം. എൻ്റെ ജീവിതം കൊടുത്ത ജീവിതം, കൊടുത്ത് എനിക്കുള്ളത് ഞാൻ കൊടുത്തിട്ടു. എൻ്റെ പേഴ്സ് പലപ്പോഴും കാലിയാണ്, കൊടുത്ത ജീവിക്കുന്നത്. ഒരു വ്യക്തി എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കാതിരിക്കത്തില്ല. എനിക്കറിയാം, ആത്മാവിനോട് പറയാം കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തിരിക്കും. പിന്നെ ഉണ്ടോയെന്ന് നോക്കിയിട്ടല്ല, കൊടുക്കാൻ, കർത്താവിന് കൊടുക്കാൻ. കർത്താവ് തിരിച്ചു തരുന്ന ദൈവമാണ്. ചങ്കു തുറന്നു കൊടുത്തേ, സമർപ്പിച്ച്, ആദ്യ ശമ്പളമൊക്കെ സമർപ്പിച്ച് കർത്താവിന് കൊടുത്തേ, ദശാംശം കൊടുത്തേ. നിങ്ങൾ കർത്താവിന് കൊടുക്കുക, കർത്താവ് പ്രതിഫലം തരും. കർത്താവിന് കൊടുക്കണ്ടേ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കൊടുക്കണ്ടേ, കർത്താവിൻ്റെ ഭവനത്തിൽ കൊടുക്കണ്ടേ, കർത്താവിൻ്റെ ആലയത്തിൽ കൊടുക്കണ്ടേ. പ്രാർത്ഥിച്ച് ആ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചു. വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ നേതൃത്വ സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് വലിയ കൃപ ചോദിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പ്രാർത്ഥിക്കും, ഈശോ എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ സാമ്പത്തിക അവസ്ഥകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, സമൃദ്ധി തരണേ ഈശോയെ. കൊടുത്ത 7 ഇരട്ടിയായിട്ട് തരുമെന്ന് പ്രഭാഷകൻ 35 കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മടി കാണിക്കരുത്, മടുപ്പ് കാണിക്കരുത് എന്ന് കർത്താവ് പറയുക. ദശാംശം കൊടുക്കുമ്പോൾ നീ മടിയും മടുപ്പ കാണിക്കരുതെന്ന് കർത്താവ് പറയും. നീ കൊടുക്കാൻ, ഉള്ളതുപോലെ കൊടുക്കാൻ കർത്താവ് പറയും. കർത്താവിന് കൊടുക്കുക. വലിയൊരു കൺവെൻഷൻ വരുന്നുണ്ട്. ഈ സമ്പത്തൊക്കെ അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടും. നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, നിസ്സാരം ഇടുമ്പോൾ നിസ്സാര അനുഗ്രഹം കിട്ടും, വലുതിടുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ കിട്ടും. ഞാനല്ല പറയുന്നത്, ഈശോ പറയുക. ഇതൊരു വ്യക്തിക്കല്ല. പലരും നമുക്ക് തെറ്റായ ബോധ്യം തരുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി വെക്കുക. ഇതൊന്നുമല്ല. അനേക ആളുകൾ ഈ മലമുകളിൽ കൂടും, വചനം കേൾക്കും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ജനം കൂട്ടം കൂടുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് കൂടുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഓരോ ശുശ്രൂഷയിലും നമുക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട്. ആളുകൾ സാക്ഷ്യപ്പെടുന്നുണ്ട്, ചിലർ സാക്ഷ്യപ്പെടുന്നില്ല. അനുഗ്രഹം കിട്ടാഞ്ഞിട്ടല്ല, കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സാധ്യതകളുണ്ട്. സാധ്യതയൊന്നും മങ്ങിപ്പോയിട്ടില്ല. സമർപ്പിച്ച്, ഓരോരുത്തരെ സമർപ്പിച്ച് ഈ സമർപ്പണം ഒരനുഗ്രഹമാക്കി മാറ്റണേ. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണേ. കർത്താവ്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ഹൃദയം തുറന്ന് കൊടുക്കും, ദൈവത്തിന് കൊടുക്കും. ദൈവം എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവം എന്നെ വിടുവിക്കും. എന്നെ സാമ്പത്തിക ക്ലേശങ്ങൾ കർത്താവിനെ വിടുവിക്കും. സാമ്പത്തിക മേലെ എനിക്കൊരു വേദനയാണ്, എനിക്ക് ഭവനമില്ല. കർത്താവ്, അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവ്, ഇത് ഏറ്റെടുക്കണം ഈശോ. ഈ സമർപ്പണം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. പ്രമോഷൻ കിട്ടിയ ഒത്തിരി ആളുകളുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദിവസം ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, ഞാനൊരു ആരാധന ഏറ്റെടുത്ത് നടത്തും. പ്രാർത്ഥിച്ച്, നിങ്ങൾ പ്രാർത്ഥിച്ച്. ഈശോയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരിക. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്, കരങ്ങളൊന്ന് ഉയർത്തിക്ക്, സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, എല്ലാ മേഖലയിലും, സമൃദ്ധിയുടെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ അനുഗ്രഹം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഈശോയെ, എൻ ഹൃദയത്തിനുടയോൻ
എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എല്ലാവരും എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ദൈവമേ, കരമടിച്ച് വലിയ വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കും. ആത്മാവിന്റെ ശക്തി, അത്യുന്നതനായ ദൈവത്തിന്റെ കാരുണ്യം, ദൈവകൃപ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിക്കുക. ഉദ്ധാനം ചെയ്ത യേശുനാഥൻ പരിശുദ്ധ കുർബാനയായിട്ട് ജനമധ്യത്തിലേക്ക് കടന്നു വരുമ്പോ ഓരോ ദൈവത്തിലെ സമർപ്പണം തിരിച്ചറിഞ്ഞ ദൈവം സമൃദ്ധമായിട്ട് ഈ മണിക്കൂറിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് ഈ സമൂഹത്ത് സമൃദ്ധി നൽകിക്കൊണ്ട് സമ്പന്നം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ദേശത്ത്, കുടുംബത്തില്, ഇടവകയില്, ഞാൻ കടത്തിയിരുന്ന ദേശത്ത് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇന്നോളം എന്നെ അനുഗ്രഹിച്ച എന്റെ ദൈവമായ കർത്താവ് തിരുവൂസുരൂപനായ യേശുനാഥൻ സക്രാരി വിട്ട് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യത ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പുറപ്പാടിന്റെ പുസ്തകം 23-25 ത്രിലിഖിതത്തിലൂടെ അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന ഈ സമൂഹത്തിന്റെ മേല്, എന്റെ നിങ്ങളുടെ മേല് ഇതാ നിറവേറുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗീയ രാജാവ് ജനമധ്യത്തില് പരിശുദ്ധ കുർബാനയില് ഉയർത്തെഴുന്നേറ്റ മിശിഹ പ്രത്യക്ഷനാണ്. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവ് ഇതാ പരിശുദ്ധ കുർബാനയില് അവിടുന്ന് പ്രത്യക്ഷനാണ്. സകലതും സൃഷ്ടിച്ച ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, പരിപാലിക്കുന്ന ദൈവം, തീറ്റിപ്പോറ്റുന്ന ദൈവം, ചെങ്കടൽ വിഭജിച്ച ദൈവം, മരുഭൂമിയില് നീരുറവ കൊടുത്ത ദൈവം ഇതാ പരിശുദ്ധ കുർബാനയില് ഈ ദൈവത്തെ നമുക്ക് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് ഭാഗിച്ചു കൊടുത്ത് ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിക്കാമോ? വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. ചേർന്ന് പാടിക്കേ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വിശ്വാസത്തോടെ കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. 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 എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 25-ാം തിരുലിഖിതം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ, ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വീണ്ടും
ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. വീണ്ടും ഐശ്വര്യം നൽകുകയും വീണ്ടും കാരുണ്യം കാണിക്കുകയും. ജനത്തോട് കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു. കണ്ണു തുറന്നു നോക്കിക്കേ, ദൈവത്തിൻ്റെ കരുണ, ദിവ്യ കാരുണ്യം. ഈശോയിലേക്ക് നോക്കുമ്പോൾ ഈശോ തൻ്റെ ജനത്തോട് കരുണ കാണിക്കുക. യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം, ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹമായവൻ, ഇത് തൻ്റെ ജനത്തോട് ദൈവം കരുണ കാണിക്കുക. ആ കാരുണ്യം സ്വീകരിച്ച്, ദൈവത്തിൻ്റെ കാരുണ്യം, ദിവ്യ കാരുണ്യത്തെ സ്വീകരിച്ച്, കർത്താവിൻ്റെ കാരുണ്യമാണ്. ദൈവത്തിൻ്റെ കരുണ ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുക. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ്. ഈശോ പറയുക, ജീവൻ നല്ല സമൃദ്ധമായിട്ട് നൽകാനാണ്. മരണശയ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിയോട് ഈശോ പറയുകയാ, മരിച്ച ലാസറിനോട് ഈശോ പറയുകയാ, മർത്തിയോട് മറിയത്തോട് ഈശോ പറയുകയാ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകാനാണെന്ന് ഈശോ പറയുകയാ. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളോട് ഈശോ പറയുകയാ, മക്കളെ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏത് മേഖലയിലാണ് ജീവനില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഈ ജോലിയുടെ സ്ഥലത്താണോ, അതോ നിങ്ങളുടെ കുടുംബജീവിതത്തിലാണോ? നിങ്ങളുടെ ഏതെല്ലാം മേഖലയിലാണ് ജീവനില്ലാത്ത ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാ. മരണശയ്യ ഉണ്ടായിട്ടുണ്ടോ? കർത്താവ് പറയും, നീ വിശ്വസിച്ചാൽ നിനക്ക് അവിടെയും ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥിച്ചു, ഓരോരുത്തരും പ്രാർത്ഥിച്ചു. മരണശയ്യ കിടന്ന ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, അമ്മച്ചിക്ക് വേണ്ടി ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മക്കൾ പോയി ബലിപീഠത്തിൻ്റെ അരികിൽ പോയി നിന്ന് അമ്മച്ചിക്ക് വേണ്ടി ബലിയർപ്പിച്ചു. അതിനുശേഷം ബലിയർപ്പണത്തിന് സമ്പത്തും കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ അമ്മച്ചിയുടെ മൂത്ത മകൻ പറയുക, അമ്മച്ചിക്ക് ജീവൻ ഉണ്ടാകാൻ തുടങ്ങി. മക്കളെ, ഈശോ വന്നിരിക്കുന്നത് ജീവൻ നൽകാൻ. ആ ബലിയിലൂടെയാണ് ഈശോ നമുക്ക് ജീവൻ നൽകി, ജീവൻ അറത്തു നൽകുകയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശില് അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ യോഹന്നാൻ കണ്ടത് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അറക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് യോഹന്നാൻ ശ്ലീഹ കരഞ്ഞിട്ടില്ല. അതുവരെ വിതുമ്പിയ യോഹന്നാൻ ഈശോയെ, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കണ്ടതിന് ശേഷം പിന്നീട് കരഞ്ഞിട്ടില്ല. ആ കുഞ്ഞാടിൻ്റെ രക്തം ആ മകനെ വീണ്ടെടുത്തു. എങ്കിലോ പ്രിയ ദൈവജനമേ, പാസ്പോസ് ദ്വീപില് ഒറ്റപ്പെട്ട അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, ജീവൻ പോലും അപഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് നോക്കി തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ പിതാവിൻ്റെ വലതുഭാഗത്ത് ജീവൻ നൽകിയ ഒരു ദൈവത്തെ യോഹന്നാൻ ശ്ലീഹ കണ്ടു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുക. പ്രാർത്ഥിച്ച മക്കളെ, ഈ അറക്കപ്പെട്ട കുഞ്ഞാട്, ഈ ബലിമൃഗം, അവിടെ പറയുന്നുണ്ട്, മോറിയ മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ അബ്രാഹാം പിതാവിനോട് മകൻ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ ബലിമൃഗം എവിടെ? അബ്രാഹാം പറയുന്നുണ്ട്, മകനെ ദൈവം തരും. പ്രിയ ദൈവജനമേ, ദൈവം നമുക്ക് വേണ്ടി നൽകിയ ഒരു കുഞ്ഞാടുണ്ട്, നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഒരു കുഞ്ഞാട്. ആ കുഞ്ഞാടാണ് പരിശുദ്ധ കുർബാന. ഓരോ മകനും മകളും നോക്കിക്കേ, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയേ. യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതാ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത് എൻ്റെ പാപമാണെങ്കിൽ ആ പാപത്തെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ പരിശുദ്ധ കുർബാനയിൽ. കണ്ണു തുറന്നു നോക്കിക്കേ, ഓരോ മകനും മകളും നോക്കി പ്രാർത്ഥിച്ച്, ഈശോയെ, എൻ്റെ പാപങ്ങളിൽ നിന്ന്, എൻ്റെ രോഗങ്ങളിൽ നിന്ന്, എൻ്റെ തകർച്ചകളിൽ നിന്ന്, എൻ്റെ ഇല്ലായ്മകളിൽ നിന്ന്, എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന്, ജീവിതം തകർന്നു പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുനരുദ്ധാനവും ജീവനുമാണെന്ന് അരുളി ചെയ്ത മിശിഹായെ, ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി എന്നെ വീണ്ടെടുക്കണമേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചേ. ഈശോയിലേക്ക് നോക്കിക്കേ മക്കള്, കണ്ണു തുറന്ന് നോക്കിക്കേ. ഇതാ ദൈവത്തിൻ്റെ കാരുണ്യം. ഇതാ നമ്മൾ കാരുണ്യത്തിലെത്തി നിൽക്കുകയാണ്. ഈ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ച്, കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ച്, ഈശോയെ എന്നോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യ കാരുണ്യം എന്നിൽ ശക്തി പ്രാപിക്കുക. ഈശോ എന്നിൽ ശക്തി പ്രാപിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യമായ മിശിഹ എന്നിൽ ശക്തി പ്രാപിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, രോഗികളെ സുഖപ്പെടുത്തുന്ന, ബന്ധുതരെ മോചിപ്പിക്കുന്ന, അന്തർക്ക് കാഴ്ച കൊടുക്കുന്ന, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന, ക്രിസ്തുവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിച്ച യേശുനാഥൻ എന്നിലും നിങ്ങളിലുണ്ട്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം.
എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാവോ? നന്നായിട്ട് പാടി, നന്നായിട്ടൊന്ന് ആരാധിച്ചു. എൻ്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്ന് പ്രലോഭകന്റെ മുമ്പിൽ തെളിയിച്ചുകൊണ്ട് നമുക്ക് ദൈവമായ കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കാം. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. കരമടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കും. കുഞ്ഞാടിന്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനത്താലും അവന്റെ മേൽ അവർ വിജയം നേടി ജീവൻ നൽകുവാനും അവർ തയ്യാറായി. ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത ഒരു ദൈവത്തെ നമുക്ക് ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് ആരാധിക്കാം. ദൈവമായ കർത്താവിനെ ആരാധിക്കുക. എല്ലാവരും ചേർന്ന് കരമടിച്ച് പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയ്ക്ക് നൽകിയ ഈരടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ചില വാക്യങ്ങളാണ്, കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈരടി കർത്താവ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് നൽകപ്പെട്ടതാണ്. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവകൽപ്പന കാത്തിടാം, യേശുവിൻ സാക്ഷികളാകാം. ദൈവകൽപ്പന കാത്തിടാം, യേശുവിൻ സാക്ഷികളാകാം. ശക്തരായിടും ഞങ്ങൾ, ശക്തരായിടും, ശക്തരായിടും ഞങ്ങൾ. കരമുളിയൊക്കെ അടിച്ച് ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. പശ്ചാത്താപത്തിൻ ഹൃദയത്താലും എളിമയുടെ ആത്മാവിനാലും, പശ്ചാത്താപത്തിൻ ഹൃദയത്താലും എളിമയുടെ ആത്മാവിനാലും വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും, വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ.
വിശുദ്ധ കുരിശിന്റെ അടയാളത്താലും വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും, വിജയം നേടിടും ഞങ്ങൾ, വിജയം നേടിടും. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ഹല്ലേലൂയ, രക്ഷകനീശുവേ ഹല്ലേലൂയ, എന്റെ കർത്താവേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ, എന്റെ ദൈവമേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഏലിയാമ്മ, വീട് കട്ടച്ചിറ. എൻ്റെ മകള് ബിനിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. സാക്ഷ്യം പറയാൻ താമസത്തിന് ഞാൻ ആദ്യം ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ മകള് ഫാമിലിയായിട്ട് കാനഡയിലാണ് താമസിക്കുന്നത്. അവൾക്ക് അവിടെ പഠിച്ചതനുസരിച്ച് നല്ലൊരു ജോലി ലഭിച്ചിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് വചന പ്രഘോഷണത്തിലും ആരാധനയും തുടർച്ചയായി പങ്കെടുക്കുകയും ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ഇൻ്റർവ്യൂവിന് മുമ്പ് ബ്രദറിനെ വിളിക്കാൻ പറയുകയും അതനുസരിച്ച് ബ്രദറിനെ വിളിക്കുകയും ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കാനഡയിലെ ഗവൺമെൻറ് സർവീസിൽ നല്ല ജോലി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച് ഇത്രയും വലിയ അനുഗ്രഹം ഈശോ നൽകിയതിന് ആ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും ചാവറ പിതാവിനോടും ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. കാനഡ ഗവൺമെൻറ്റിൽ കർത്താവ് ജോലി കൊടുത്ത് ആ മകളെ അനുഗ്രഹിച്ചു. അമ്മ കണ്ണുനീരോടെ വന്നു ഈശോയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കരങ്ങളുയർത്തി. ജോലി സാധ്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന സഹോദരി സഹോദരന്മാർ ഈ ആലയത്തിനുള്ളിലുണ്ട്. കരമുയർത്തിക്കോ. ഈശോ ഇപ്പോൾ ആ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായ സന്ദേശം തരുന്നുണ്ട്. കരമുയർത്തി നന്നായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് നന്നായിട്ട് സ്തുതിച്ച് ഒരു 10 പേര് 20 പേര് 30 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? മഹത്വപൂർണനായ ദൈവത്തെ വിളിക്കാമോ? ഈ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരമടിച്ചു പാടാം. ദേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ദേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. കരമടിച്ച് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ആമേൻ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കരങ്ങൾ ഉയർത്തി അടിച്ച് പാടാം. ദേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ദേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ശക്തിയോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ വചനം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുന്നത് വചനമാണ്.
ഈ വചനമെല്ലാം എൻ്റെ ജീവിതത്തില് നിറവേറട്ടെ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ ഗീതങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വലിയ അത്ഭുതങ്ങള്, വലിയ അടയാളങ്ങള് ഈ സമൂഹത്തിന്റെ മേല് ഈശോ പ്രവർത്തിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അനേകം മക്കളെ ഈ പരിശുദ്ധമായ ആലയത്തിൽ വെച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നു, സൗഖ്യപ്പെടുത്തുന്നു, വിടുതൽ നൽകുന്നു, സമൃദ്ധി നൽകുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനമാകുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? മഹത്വപൂർണനായ ദൈവത്തെ വിളിക്കാമോ? കരമടിച്ചു പാടാം നല്ല ആവേശത്തോടെ. അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ അവിടെ വീഴുകില്ല. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ അവിടെ വീഴുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളതാ പാറ, കർത്താവിന്റെ കയ്യാണ് പാറ. ഉയർന്നതാണ് പാറ, ബലമുള്ളതാ പാറ, കർത്താവിന്റെ കയ്യാണ് പാറ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തും. ചേർന്ന് പാടിക്കേ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തും. ശക്തിയോടെ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തും. എന്നെ ഉയർത്തും. വിശ്വസിച്ചേ, മഹത്വം കാണും. മർത്തയും മറിയവും കണ്ടു എങ്കിലും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു ഉയർച്ച കർത്താവ് നൽകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു തരുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യാശയോടെ വിളിക്കാമോ? നിനക്കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്ദനങ്ങൾ നിനക്കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്നെ വേട്ടയാടിയ കലകൾക്കു മീതനി ശിരസവൻ ഉയർത്തി നിർത്തും. ചേർന്ന് പാടിക്കേ. നിന്നെ വേട്ടയാടിയ കലകൾക്കു മീതനി ശിരസവൻ ഉയർത്തി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, യേശു എന്നെ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, യേശു എന്നെ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, യേശു എന്നെ കയറ്റി നിർത്തും. യേശു എന്നെ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, യേശു എന്നെ കയറ്റി നിർത്തും. പാറ കർത്താവിന്റെ കരമാണ്. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, യേശു എന്നെ കയറ്റി നിർത്തും. കർത്താവിന്റെ കരങ്ങളിലോ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ, യേശു എന്നെ കയറ്റി നിർത്തും. യേശു എന്നെ കയറ്റി നിർത്തും. യേശു എന്നെ കയറ്റി നിർത്തും. പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലോ. യേശു എന്നെ കയറ്റി നിർത്തും. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്നെ ഉയർത്തുവാൻ ഉയർത്തെഴുന്നേറ്റവരിലൂടെ സാധ്യമാകുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. കരമുയർത്തി വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ ഈശോയേ, കണ്ണുനീരോടെ ഈശോയേ. ദാവീദ് പട്ടണത്തിൽ നമുക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തു രക്ഷ നൽകുവാൻ. ചിന്തിച്ച് ഏതെല്ലാം മേഖലയിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. ഭവനരഹിതരെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു. വിശ്വസിച്ചാൽ മഹത്വം കാണാൻ പറ്റും. ജോലിയില്ലാത്തവർ കർത്താവ് ജോലി തരുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. വലിയ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുന്നുണ്ട്. അവിടെ മഹത്വം വിശ്വസിച്ചോ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. പ്രാർത്ഥിച്ചു, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. മുട്ടുമേലായിരുന്നേ, എല്ലാവരും മുട്ടുമേലായിരുന്നേ. മുട്ടുമടക്കാൻ മേലാത്തവരും മുട്ടുമേലായിരുന്നേ. കർത്താവ് മുട്ടുമടക്കാനുള്ള കൃപ തരുന്നുണ്ട്. കൈകാലുകളുടെ സന്ധിബന്ധങ്ങളുടെ വേദന ഈശോ ഏറ്റെടുക്കുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുന്നു. കാൽമുട്ടിൻ്റെ വേദന കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. പാദത്തിനുള്ള വേദനകൾ, നട്ടലിലെ അതിശക്തമായ വേദന, കഴുത്തിൻ്റെ വേദന, തോളിനുള്ള വേദന, തോൾപ്പലയ്ക്കുള്ളിലുള്ള വേദന, കൈകാലുകളെ നീർക്കെട്ടുകൾ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറയും. ആന്തരിക അവയവങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുന്നു. ലിവർ, പാൻക്രിയാസ്, അതുപോലെ വൻകുടൽ, ചെറുകുടൽ, കിഡ്നി സംബന്ധമായ ചില രോഗങ്ങൾ, ഇതിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ വർഷിക്കുക. പൈൽസ് രോഗങ്ങൾ, ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നവർ സിദ്ധാമ വെളിപ്പെടുത്തി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു, വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ മഹത്വം വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. മഹത്വം വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരവധി മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകുന്നുണ്ട്. പ്രാർത്ഥിച്ച് ആ മക്കളിലേക്ക് ഒഴുകുക. കരുണ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകും. മകളുടെ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് കണ്ണുനീരൊഴുക്കുന്ന ഒരു അമ്മയുടെ അടുത്ത് ഈശോ നിൽക്കുന്നതായിട്ട് ആത്മാ വെളിപ്പെടുത്തുന്നു. ആ മകളെ ഈശോ ആശ്വസിപ്പിക്കുന്നു, സുഖപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. ഈശോയോട് ചേർന്ന് നിന്ന് ആ ഹൃദയം ഒന്ന് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു മക്കളെ. ഇടയിലൂടെ തൻ്റെ ജനത്തിൻ്റെ ഇടയിലൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ ഇടയിലൂടെ ഈശോ സഞ്ചരിക്കുന്നുണ്ട്. വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോ തൊടുന്നുണ്ട്, ഈശോ ചേർത്ത് വെക്കുന്നുണ്ട്, ഈശോ സുഖപ്പെടുന്നുണ്ട്. കറുത്ത എന്തൊക്കെയോ വസ്തുക്കൾ ഈശോ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ട് ആത്മാ വെളിപ്പെടുന്നുണ്ട്. കരിപുരണ്ട ചില ജീവിതങ്ങളെ ഈശോ വീണ്ടെടുക്കുന്നതായിട്ട് ആത്മാ വെളിപ്പെടുന്നുണ്ട്. ഹൃദയത്തിലെ ചില അശുദ്ധി കർത്താവ് അത് ഏറ്റെടുക്കുന്നുണ്ട്, ഈശോ എടുത്തു മാറ്റുന്നുണ്ട്. ഈശോ കഴുകി വിശുദ്ധീകരിക്കുക, വീണ്ടെടുക്കുക തൻ്റെ ജനത്തെ. കണ്ണുനീരൊഴുക്കി ചില വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, പക, ചതി, വഞ്ചന ഇതൊക്കെ ഈശോ സുഖപ്പെടുത്തി. മനസ്സിൻ്റെ ചില നൊമ്പരങ്ങൾ, മനസ്സിൻ്റെ ചില ഭാരങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതായിട്ട് ആത്മാ വെളിപ്പെടുന്നു. ഈശോ തൊട്ടടുത്ത് നിൽപ്പുണ്ട്, തൊട്ട് നിൽപ്പുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക, ഈശോ തൻ്റെ അനുഗ്രഹം തരിക. വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച്. ഇന്ന രോഗമുണ്ട്, കൊടിഞ്ഞു പോലുള്ള രോഗങ്ങൾ ഈശോ സുഖപ്പെടുന്നുണ്ട്, ആത്മാ വെളിപ്പെടുന്നുണ്ട്. തലവേദന, നിത്യമായ തലവേദന ഈശോ സുഖപ്പെടുന്നുണ്ട്. പെടലിയിലെ വേദന, ഇരുവശങ്ങളിലുള്ള വേദനകൾ ഈശോ സുഖപ്പെടുന്നുണ്ട്. മാരക രോഗങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു പരിശുദ്ധാത്മാ കാണിച്ചു തരിക. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അറിഞ്ഞോ അറിയാതെ ശരത്തുള്ള പീഡകൾ ഈശോ ഏറ്റെടുക്കുക. മരണത്തിലേക്ക് നയിക്കുന്ന ചില രോഗങ്ങൾ നിർത്താൻ വിടുതൽ നൽകുന്നുണ്ട്, സൗഖ്യം നൽകുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ഈശോയെ പാപിയാണ് ഞാൻ, രോഗിയാണ്, ബലഹീനനാണ്, കുറവുള്ളവനാണ്. കർത്താവെ എൻ്റെ ബലഹീനതകളെ ഏറ്റെടുത്തുകൊണ്ട് നിറവുള്ളവനാക്കി എന്നെ മാറ്റാവോ? ഈശോട് ചോദിച്ച് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാവോ എന്ന് കുഷ്ഠരോഗി ചോദിച്ച് പറഞ്ഞ് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി കൈവന്നിരിക്കുന്നു. ഈശോ പറയുക, മനസ്സുള്ളൊരു ദൈവം നിൻ്റെ തൊട്ടടുത്തുണ്ട്, തൊട്ട് നിൽക്കുന്നുണ്ട്. നിന്നെ സുഖപ്പെടുത്താൻ നിൻ്റെ അടുത്തുണ്ട്. നിന്റെ പാളയത്തിനുള്ളിലോ ദൈവം പ്രവേശിച്ചിട്ടുണ്ട്, നിന്റെ ഭവനത്തിനുള്ളിൽ ഈശോ ഉണ്ട്. ഈശോ സഞ്ചരിക്കുന്നുണ്ട്. നിന്റെ കൃഷിയിടങ്ങൾ, അധ്വാനമേഖല, ജോലി സ്ഥലങ്ങൾ, നീ ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള യാത്രയുടെ തടസ്സങ്ങളിലോ ഈശോ സഞ്ചരിക്കുന്നുണ്ട്. നിനക്ക് മുമ്പേ പോകുന്നുണ്ട്, മലകൾ നിരപ്പാക്കുന്നുണ്ട്, പിച്ചളവാതിൽ ഒടിക്കുന്നുണ്ട്, ഇരുമ്പോടാമ്പലുകളെ അവിടെ തകർക്കുന്നുണ്ട്. നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ അറിയേണ്ടതിന് അന്ധകാലത്തെ നിധിയും രഹസ്യ സനശകരോ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മന്ത്രവാദം, കൂടോത്രമൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്
അതൊക്കെ അതിൽ ഭയപ്പെട്ട് കഴിയുന്ന 7 കുടുംബങ്ങളെ കർത്താവ് മോചിപ്പിക്കുന്നുവെന്ന് പരിശുദ്ധാത്മ ആത്മധൈര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മ വ്യാപരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായി മാറും. ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയുമെന്ന് യേശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത കർത്താവിൻ്റെ വചനം നിറവേറുന്നുണ്ട്. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുവിനെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങളുടെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുക എന്ന് കർത്താവിൻ്റെ വചനം ഇതാ നിറവേറുന്നു. വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈ വചനങ്ങളെല്ലാം നിറവേറുവാനായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെ അങ്കുലിക ശല്യം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശയെന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ചില ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. കർത്താവിന്റെ കരങ്ങള് ശക്തി പ്രാപിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവകരങ്ങള് ശക്തി പ്രാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. യേശുവിന്റെ കരങ്ങള് ചില ജീവിതങ്ങളിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. തകർന്നടിഞ്ഞ ചില ജീവിതങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഈശോ ഇടപെടുന്നു. മക്കളെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചേ. ഭവനം ഇല്ലാത്തവര് വേദനിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങൾ തകർന്നടിയുന്ന അവസ്ഥകളിലേക്ക് ഈശോ ഇറങ്ങി വരുന്നുണ്ട്. ഈശോ തൊടുന്നു. മകളെ തൊടുന്നു. നിന്റെ മക്കളെയും നിന്റെ തലമുറകളെ ഈശോ അനുഗ്രഹിക്കുന്നു. നിലവിളിച്ച് കണ്ണുനീരൊഴുക്കിക്ക് ഈശോ പാപങ്ങൾ ഏറ്റെടുക്കുന്നു. ഈശോ വിളിച്ച് നിലവിളിച്ച് ഈശോയെന്ന് വിളിച്ച് കർത്താവിന്റെ പാപങ്ങൾ എന്റെ ഭവനം എന്റെ കൈവശത്തു നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഈശോ തൊടുന്നു. മകനെ നീ വിട്ടുകൊടുത്ത് ഈശോ നിന്റെ ജീവിതത്തിൽ ഇത് ഇടപെടുന്നു. കരമേർത്തി വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. കണ്ണുനീരൊഴുക്കി വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. രാവിലും പകലിലും നീ മാത്രമേ, എന്നുയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, എന്നുയിരിലും ഉണർവിലും നീ മാത്രമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ചങ്കാണേ, നീട്ടിപ്പിടിച്ച് എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഈശോയിലേക്ക് നോക്കി, ചങ്കിലേക്ക് കരം വെച്ച്, ഹൃദയത്തെ കരം വെച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ ജീവന്റെ ജീവനാണ് എൻ്റെ ഈശോ. എല്ലാവരെക്കാൾ ഉപരി മക്കളെക്കാൾ, ജീവിത പങ്കാളിയേക്കാൾ, ലോകത്തെക്കാൾ എല്ലാം
ഉപരിയായിട്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കും. യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം തന്റെ ജനത്തിന്റെ കൂടെ ആയിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടുകൂടി നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന ദൈവമേ, യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന ദൈവമേ, യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എല്ലാവരും ചേർന്ന് എന്റെ ചങ്കാണേ, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണേ, എന്റെ ഉയിരാണ്, എന്റെ അഴകാണേ, അമൃതാണേ യേശു. തിരുവോസ്തയിലേക്ക് നോക്കി ആ വെണ്മയാൽ എന്നെ വെണ്മയുള്ളവനാക്കുന്നു. ഇതാ തിരുവോസ്തയില് വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ സ്നേഹിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമുക്ക് ആരാധിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിൽ കമ്പിളി പോലെ വെളുക്കും. ഈശോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ വെണ്മ, ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ്, ദൈവത്തിൻ്റെ വെണ്മയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നീ പാപം ചെയ്ത് എത്ര കടും ചുമപ്പാണെങ്കിലും ആ പാപത്തിൽ നിന്ന് നിന്നെ വെണ്മയുള്ളവനാക്കി മാറ്റുവാൻ രക്തം ചിന്തിക്കൊണ്ട് ആ രക്തത്താൽ നിന്നെ വെണ്മയുള്ളതാക്കി മാറ്റുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ, ആ ചങ്കോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ ചങ്കിലെ ചോര കൊണ്ട് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ചങ്കോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും വിളിക്കാം, രക്ഷകനെ വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ഒന്ന് ചേർന്ന് ഈശോയേന്ന് വിളിക്കാം. സർവശക്തിയോടെ ഈശോയേന്ന് വിളിക്കാം. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. ആഗ്രഹിച്ചേ കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ടേ, നല്ലൊരു ദൈവമുണ്ടേ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ടേ, നല്ലൊരു ദൈവമുണ്ടേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ചേർന്ന് പാടിക്കേ.
എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ദൈവമേ, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എല്ലാവരും പറഞ്ഞേ. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ദൈവമേ, എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. യേശുവേ, യേശുവേ, കണ്ണുനീരോടെ വിളിച്ചു, യേശുവേ, വിളിച്ചു, യേശുവേ, പാപിയാണ് എന്ന് പറഞ്ഞു വിളിച്ചു, യേശുവേ, യേശുവേ, പാപങ്ങൾ നീക്കുന്നവനെ വിളിച്ചു, പാപിയാണ് തൊടണേ. എല്ലാവരും യേശുവേ, യേശുവേ, പാപിയാണ് തൊടണേ. രോഗിയാണ് യേശുവേ, 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 രോഗിയാണ് തൊടണേ. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണ്, അമൃതാണ് യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്നോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ചേർന്നോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമഹത്വം ദൈവജനത്തിൻ്റെ മേൽ പ്രകാശിച്ചു നിൽക്കുന്ന സമയം. ആട്ടിടയന്മാരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിച്ചു എന്ന് ലൂക്കാസ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇതാ പ്രകാശിച്ചു നിൽക്കുകയാണ്. നിയോഗങ്ങളെല്ലാം നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. വിട്ടുകൊടുത്തേ, മനസ്സിനെ വിട്ടുകൊടുത്തേ, സ്വഭാവ വൈകല്യങ്ങളെയൊക്കെ ഈശോയ്ക്ക് കൊടുത്തേ. കർത്താവിൻ്റെ കരുണ ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്.
കൃപ നിറഞ്ഞവളെ സുസ്തി. അതെല്ലാം ബലഹീനതയുണ്ടോ അതിൻ്റെ മേൽ വിജയം വരിച്ച കർത്താവ് കൂടെയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് ഇവിടെയും വിദേശ രാജ്യങ്ങളിലുമായിരുന്നു കൊണ്ട് ആരാധന ഏറ്റെടുത്ത് നടന്നവർ, അതുപോലെ തന്നെ ദിവികാരനാഥൻ്റെ സന്നദ്ധികൾ പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ആത്മീയ ശുശ്രൂഷയെ ആത്മീയമായിട്ട്, ഭൗതികമായിട്ട്, സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച് ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കണേ, എല്ലാവർക്കും സമൃദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും സമാധാനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ എല്ലാവരിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വേർപിരിഞ്ഞു പോയവരെല്ലാം ഓർക്കുക. ഈ ശുശ്രൂഷയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുണ്ട്, മരിച്ചുപോയവർ, ശുശ്രൂഷയിലായിരുന്നവർ, ശുശ്രൂഷകരായിട്ടിരുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തെയൊക്കെ ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, തലമുറകളെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തലമുറകളെയൊക്കെ ഈശോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഗർഭസ്ഥ ശിശുക്കൾ, അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, രോഗികളായിരിക്കുന്ന വാർദ്ധക്യ സഹജമായ രോഗത്തിൻ്റെ പിടിയിൽ കഴിയുന്നവർ, അവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. അതുപോലെ ആൾത്താരെ ശുശ്രൂഷ ചെയ്യുന്നവർ, വൈദിക ശ്രേഷ്ഠർ, എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സമൃദ്ധമായിട്ട് ഈശോ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട്, നമുക്ക് ആശീർവാദത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷങ്ങളിൽ ആയിരിക്കാം. ഈശോയെ കരുണയായിരിക്കണേ. പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഈശോ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, മാരക രോഗത്തിൽ കഴിയുന്നവർ, ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവർ, അവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോ സുഖപ്പെടുത്തണേ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ വിളിക്കുക. ഈശോയെന്ന് വിളിച്ച് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്നവരെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഏതെങ്കിലും തരത്തിൽ നമ്മളെ സഹായിക്കുന്നവർ, നമ്മളെ ശുശ്രൂഷിക്കുന്നവർ, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർ, അവരെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, അവരെല്ലാം ഓർത്തുകൊണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായിട്ട് കടന്നുപോയിരിക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് കണ്ണുനീരോടെ വിളിച്ച് ഈശോ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ജോലി മേഖലയിലായിരിക്കുന്നവരെ ഓർക്കാം. അവരെല്ലാം ഈശോ അനുഗ്രഹിക്കണേ. അധ്വാനത്തിൻ്റെ എല്ലാ മേഖലയും അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരെ, ഹോസ്പിറ്റലിൽ കഴിയുന്നവരൊക്കെ ഓർത്ത് ഈശോയെന്ന് വിളിച്ച് വാർദ്ധക്യ സഹജമായ രോഗത്തിലായിരിക്കുന്ന വൈദികരെയൊക്കെ ഓർത്ത് നമുക്ക് ഈശോയെന്ന് വിളിക്കാം. ഹോസ്പിറ്റലുകളിൽ ആയിരിക്കുന്ന വൈദികരെയൊക്കെ ഓർത്ത്, സിസ്റ്റേഴ്സിനെ ഓർത്ത് നമുക്ക് ഈശോയെന്ന് വിളിച്ച് എല്ലാവരെയും ഓർത്ത് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെന്ന് വിളിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യുവാക്കന്മാരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശിശുക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പഠന വൈകല്യമുള്ളവര്, ഓട്ടിസം ബാധിച്ചവര്, ബുദ്ധിമാന്ദ്യം ബാധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈശോയെ അനുഗ്രഹിക്കണേ, സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന. നമ്മുടെ യാത്രകളെ എല്ലാം സുരക്ഷിതമാക്കുവാൻ വേണ്ടി നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. നമ്മുടെ വാഹനങ്ങൾ, നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകൾ എല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ട് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും സമ്പന്നരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നന്ദിയോടെ ഈശോയെ നമുക്ക് പാടി ആരാധിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകാം. വഴികൾ ഒന്നോർത്തിടുമ്പോ, ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ, യോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ.